ഹായ് മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അമ്മച്ചി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൊമോസാണ്. മഴയല്ലേ, നമുക്കൊരു ഇച്ചിരി കട്ടി ആഹാരം ചെല്ലാം, പോഷകമൂല്യമുള്ള എല്ലാം കൂടെ ചെല്ലാമല്ലോ. അതിനായിട്ട് അമ്മച്ചി 2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ചേർക്കാനായിട്ട് 200 ഗ്രാം ചിക്കൻ, അതിൻ്റെ എല്ല് കളഞ്ഞതാണ്, അതിൻ്റെ മീറ്റ് മാത്രമാണ്. വലിയൊരു സവോള അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പൊട്ടറ്റോ അതായത് ഉരുളൻകിഴങ്ങ്, കറിവേപ്പില, അതിനാവശ്യമായ സ്പൈസസ്. അത് നമുക്ക് പെരുംജീരകം വേണം, പിന്നെ ആവശ്യമുള്ള ഇതിൽ നിന്ന് എടുക്കാം. മഞ്ഞൾപ്പൊടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. റെഡ് ചില്ലി സോസ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നെയ്യ്, എണ്ണ, ഉപ്പ്. അപ്പോൾ നമ്മളിനി തയ്യാറാക്കാൻ പോകുന്നത് പറയട്ടെ മക്കളെ. അപ്പോൾ മക്കളെ, മൊമോസിൻ്റെ ഡൗ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മച്ചി തയ്യാറാക്കട്ടെ. അപ്പം നമ്മൾ ഡൗ തയ്യാറാക്കാൻ പോവുകയാണ്. മാവിലേക്ക് ഞാൻ നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് വേണേ എടുക്കാം, മുട്ട വേണേ എടുക്കാം, പാല് വേണേ എടുക്കാം, ചീസ് വേണേ എടുക്കാം, അവരവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് ഇച്ചിരി ടേസ്റ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നെയ്യ് ചേർക്കുന്നു. കണ്ടല്ലോ, സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമല്ലോ, അതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് നെയ്യും എണ്ണയൊക്കെ ചേർക്കുമല്ലോ, അതേപോലെ അല്പം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എടുക്കട്ടെ, നോക്കിയാട്ടെ. 1 സ്പൂൺ എണ്ണ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്തു, എണ്ണ ചേർത്തു, ഇതെല്ലാം കൂടെ കുഴച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണയാകാവോളെ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ഇടാം. അമ്മ ഡൗ തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത് 1 മണിക്കൂർ ഇരിക്കട്ടെ. അടച്ചു വയ്ക്കുന്നു. ഇത് അരമണിക്കൂർ ഇരുന്ന് സെറ്റാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. ഓക്കെ. അപ്പോൾ ഡൗ ഉണ്ടാക്കുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മുട്ടയോ പാലോ ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ ഏതെങ്കിലും ഒന്ന് ഇതിൽ ഉപയോഗിക്കണം. അത് മറക്കരുത്, അത് ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കണം മക്കളെ. ഈസ്റ്റ് ഉപയോഗിക്കരുത്, അത് ശരീരത്തിന് അത്ര നല്ലതല്ല. ദേഹം വേദനയോ യൂറിക് ആസിഡിൻ്റെ പല രോഗങ്ങളും നമുക്കുണ്ടാക്കും. അമ്മക്കെല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മതി, കേട്ടല്ലോ മക്കളെ. അമ്മ ഫില്ലിങ്സിനുള്ള ശരിയാക്കാൻ വേണ്ടി അടുപ്പ് ഓൺ ചെയ്യുന്നു. പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം എണ്ണ കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളെ, അമ്മ എണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യമായ കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിക്കട്ടെ. പാൻ ചൂടായിട്ടുണ്ട്, നോക്കിയാട്ടെ, കണ്ടോ, പാൻ നന്നായി ചൂടായിട്ടുണ്ട്. പെരുംജീരകം ഇടാം. പെരുംജീരകം, ഒരു തക്കോലം, കണ്ടല്ലോ, അത്യാവശ്യമായ എല്ലാം ഉണ്ട് അതിൽ. ഉരുളൻകിഴങ്ങ് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് കൊടുക്കുന്നത് ഉരുളൻകിഴങ്ങിന് ഇച്ചിരി വേവുള്ളത് കൊണ്ട് അത് ഒന്ന് വെന്തോട്ടെ. അതെ, ഫ്രൈഡായിട്ട് കിടക്കണ്ട. അപ്പോൾ ഉരുളൻകിഴങ്ങ് കൊടുക്കുന്നത് അത് ഫ്രൈഡായിട്ട് വരാൻ വേണ്ടിയാ. നല്ല ഒരു വറുത്ത ഒരു ഗുണം കിട്ടും ഉരുളൻകിഴങ്ങിന്. അതിന് ശേഷം ഞാൻ ഇഞ്ചി കൊടുക്കുന്നു. ഇഞ്ചി ഒന്ന് ചൂടായതിന് ശേഷം മച്ചി സവോള കൊടുക്കട്ടെ. നോക്കിയിരുന്നോണം. സവോള കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ മക്കൾക്ക് നമുക്കിഷ്ടമുള്ള ആഹാരം ഇതേപോലെ നമ്മുടെ വീട്ടിൽ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തെ ഫില്ലിങ്സ് എന്താണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാം. നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്, എന്തൊക്കെ അതിൽ ചേർത്ത് കുഞ്ഞുങ്ങളുടെ വയറ്റിന് പിടിക്കുന്ന സാധനമാണോ കൊടുത്തത് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചൂടെ. അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോഴാണ്, ജോലിയുള്ളവരായാലും ഇല്ലാത്തവരായാലും സമയം കിട്ടുമ്പോൾ ഇതേപോലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇനിയിപ്പോൾ പള്ളിക്കൂടം തുറപ്പാണ്, പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ ഇത് 2 ഒരു ചായയൊക്കെ കൊടുക്കുമ്പം അവരെ വിശപ്പും ആർത്തിയും ഒക്കെ മാറും. അപ്പോൾ ഇനി നമുക്കിതിൽ ചിക്കനും പച്ചമുളകും കൊടുക്കാം, എല്ലാവരെയും കൂടെ കൊടുക്കാം. വേണ്ട, നന്നായിട്ടൊന്ന് ഇളക്കാം. ഹായ് മക്കളെ, നിങ്ങൾ നോക്കിയേ, ആ സാധനങ്ങളെല്ലാം കൂടെ
നന്നായി വരണ്ട് വരുന്നു. എല്ലാം കൂടെ പരസ്പരം യോജിച്ച് നോക്കിയാട്ടെ. ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുകയില്ല. അപ്പോൾ ഞാനിച്ചിരി മഞ്ഞപ്പൊടി കൊടുക്കുകയാണ്. മുളക് പൊടിയും കൊടുക്കുന്നുണ്ടേ. നന്നായിട്ട് ഇളക്കുക. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് എല്ലാം ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. അപ്പം മക്കളെ, മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി വെന്തു. അതിലുള്ള ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മൊമോസ് ചെയ്യുന്നതിന് ഫ്രൈ അല്ല ചെയ്യുന്നത്, ആവിയിലാണ് നമ്മൾ ചെയ്തത്. അതിന് ഞാൻ മസാല ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെമ്പിൻ്റെ അകത്ത് തീ കത്തിക്കാൻ പോവുകയാണ്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മൊമോസ് ഫില്ല് ചെയ്തുകൊണ്ട് വരാം. അല്പം നെയ്യ് തടവിയ ഇഡലി ചെമ്പിലേക്ക് തട്ടിലേക്ക് നമ്മൾ മൊമോസ് ഫില്ല് ചെയ്ത് വെക്കാൻ പോവുകയാണ്. നെയ്യാണ് ഞാൻ ഈ തടവുന്നത്. ഡവ് ഞാൻ എടുക്കുവാണേ. മൊമോസ് ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ മാവെടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കുഴിക്കണം. കുഴിച്ചിട്ട് ഫില്ലിങ്സ് എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ 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 കിഴി പോലെ കണ്ടോ. അതായത് കണ്ടോ, ധാരം വരരുത്. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. യോജിപ്പിച്ച് അതിൽ ഞാൻ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, കണ്ടല്ലോ. ഫില്ല് ചെയ്ത മൊമോസ് കണ്ടോ, ഇത് ആവിയിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. അപ്പച്ചെമ്പ് തുറക്കാൻ പോവുകയാണ്. അപ്പച്ചെമ്പിലോട്ട് വയ്ക്കുന്നു. ഇനി ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് ആവിയിൽ വേവിക്കാം. മൊമോസ് ഞാൻ വലിയ ചെമ്പിൻ്റെ അകത്ത് പൂവരസിൻ്റെ ഇലയിൽ വീണ്ടും കുറേ കൂടി ചെയ്യുകയാണ്. മഴയല്ലേ, എല്ലാവരും കഴിക്കട്ടെ. വലിയ അപ്പച്ചെമ്പിൽ കുറേ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇന്ന് ഞാൻ ചോറൊന്നും വെച്ചില്ല. അപ്പോൾ ഇത് കഴിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ചിക്കനും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ, പോഷകമൂല്യം ചേർന്നതാണല്ലോ. കട്ടൻ ചായക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വെച്ച ആദ്യം ഞാൻ കാണിച്ചല്ലോ മൊമോസ, അത് ശരിയായിട്ടുണ്ട്. അത് വാങ്ങി വെക്കാൻ പോവുകയാണ്. വാങ്ങി വെക്കട്ടെ. വാങ്ങി വെച്ചിട്ട് കാണിക്കാം. മൊമോസ് ഇതേ പകരുകയാണ് പ്ലേറ്റിലോട്ട്. കണ്ടല്ലോ, നല്ല ചൂട് മൊമോസാണ്. മഴയാട്ട് മൊമോസും റെഡ് ചില്ലി സോസുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കഴിക്കാൻ വരാമോ എല്ലാവർക്കും? എങ്ങനെയുണ്ട്? ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക. ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഹായ് നോക്കേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിച്ചിട്ട്. ഇതേപോലെ നിങ്ങളും മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. അടുത്ത ഒരു റെസിപ്പിയായി അമ്മച്ചി വരുവോളും. എല്ലാവർക്കും ബായ്.